അസ്സലാമു അലൈക്കും. ലെനൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മായമില്ലാത്തൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണിത്. ഇതിൻ്റെ മസാലകളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. ഈ മന്തി നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രക്കും ഈസിയാണ്. അതിന് ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ട്, ബീഫിൻ്റെ എല്ലാണ് കേട്ടോ, ഭാര്യയോട് കൂടിയുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കുക. അതിന് കുക്കർ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ, പട്ട, പെരിഞ്ജീരകം, നല്ല ജീരകം, കുരുമുളക്, മുഴുവനായിട്ടുള്ള മല്ലി, ഏലക്കായ ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാതും ഞാൻ 1/2 ടീസ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കൂട്ടുന്നവർക്ക് അരിക്കനുസരിച്ച് കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഒരു 1.5 സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ അളവും തന്നെ കൂടുതൽ സവാള വേണ്ടെങ്കിൽ ചേർക്കുക. ഇത് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഇനി ബാക്കി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന ടൈമിന് നമുക്ക് ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസും ക്യാപ്സിക്കറ്റിൻ്റെ പീസും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കൻ്റെ ഒരു ഹാഫാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇടുമ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. നല്ല അറബിക് ടേസ്റ്റ് തന്നെയാണ്. നല്ല മന്തി, കുഴിമന്തിയൊക്കെ അറബിക്ക് കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് അറബിക് മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് വിടുന്നുണ്ട്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പാക്കറ്റ് മസാലകളൊക്കെ മന്തി മസാല വാങ്ങണതിലേറെയൊക്കെ എത്രയോ നല്ല അടിപൊളി മസാലയാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. അറബിക് മസാല ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതിട്ടിട്ടില്ലെങ്കിൽ ബീഫ് മന്തി മസാല വാങ്ങി അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അതിലേറെ ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നണ എനിക്ക് ഇതാണ്. ഞാൻ വാരിയലിൻ്റെ എല്ലോടുകൂടിയുള്ള ബീഫ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 കിലോ എടുത്തിട്ടാണ് ഞാൻ. ഇപ്പോൾ വാരിയലിൻ്റെ മന്തി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിനെക്കാട്ടിലും എനിക്ക് തോന്നണ ടേസ്റ്റ് ഇതാണെന്ന്. അത് അത്രക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല. ഇവിടെ 2-3 പ്രാവശ്യം കൊടുന്നീന്, പക്ഷെ അതൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ഇത് അടിപൊളിയായിന്. ഇതിന് ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ചുടുവെള്ളമാണ് ഇതിലേക്ക് പാർന്ന് കൊടുക്കണത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്താണ്ട് ഇനി ഒന്നുകൂടി ഇത് ബീഫ് ഒന്നുകൂടി വറ്റി വന്നിട്ട് ഇട്ട് കൊടുക്കാൻ കരുതിയിട്ടാണ്. ഇപ്പോൾ ഇത് ഒന്ന് നന്നായി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയം തന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കണത്. ഇതിത്തെ വെള്ളം കുറച്ച് വറ്റിയിട്ട് വേണം നമുക്കിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ ബീഫ്. ഒരു സ്പൂണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എരിവില്ലത് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് വേറെ കളറുകളോ ഒന്നും ചേർക്കണില്ല, മായങ്ങളൊന്നും ഇല്ലാത്തൊരു മന്തിയാണിത്. ഇതിലേക്ക് അറബിക് മസാലപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. അത് കുറവാണെന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുത്തതാണ്. മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ക്യൂബാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തത്. ബീഫ് ക്യൂബ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല സ്മെല്ലാണ്, എന്താ സ്മെല്ലെന്നോ. ഇപ്പം തന്നെ മന്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു. അരമണിക്കൂറായി വെള്ളം തിളപ്പിക്കാനും വെച്ചിക്കണ്. ഒക്കെ ഒരേ ടൈമിനാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഈ ബീഫ് വേവണ നേരം കൊണ്ട് ഇനി വെള്ളം തിളക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ച ഇത് ഞാൻ കേകി വെച്ചത് ഇനി ഒന്നുകൂടി കേകി എടുക്കുകയാണ്. സല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മന്തിക്ക് ഏറ്റവും നല്ലത് അതാണ്. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി മന്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കഴിച്ചാലും വീണ്ടും വീണ്ടും കൊതി തീരാതെ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം ചൂടായി വരുന്നുള്ളൂ. ഞാൻ അരി കഴുകി ഊറ്റി വെച്ചിക്കണ്. വെള്ളത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് കണ്ട് അടച്ച് വെക്കുകയാണ്. പെട്ടെന്ന് തിളച്ച് കിട്ടും. വലിയ സ്റ്റൗവിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി കുതിർത്ത് വെച്ചിരുന്നു. വെള്ളം ചോർന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. ഈ സമയം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കണതിനും വേണ്ടിയിട്ടാണിത്. ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് തിളപ്പിച്ച് വേവിക്കാം. ഈ സമയം തന്നെ ഗ്രാമ്പു പട്ട ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ ആവശ്യമില്ല, മസാലയിൽ തന്നെ ഉണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണില്ല. സമയം ഉപ്പുണ്ടോ നോക്കുകയാണ് ഞാൻ. ഉപ്പ് കമ്മിയാണ്, കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ദം ചെയ്യണതിൻ്റെ മുന്നേ തന്നെ കറക്റ്റാണോ നോക്കണം എല്ലാം. അരിയാണെങ്കിലും ബീഫിലാണെങ്കിലൊക്കെ എല്ലാം പാകമാണോ കറക്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ദം ചെയ്യാം, പിന്നെ ഒന്നിനും പറ്റൂല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഊറ്റിയെടുക്കാം. ഞാൻ ഈ ചെമ്പിൽ തന്നെ ഒന്ന് വാർത്തെടുക്കുകയാണ്. ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വെള്ളം ഊറ്റിയെടുക്കാം. കൈമക്ക് ആവി വരുന്നത് നന്നായി ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യാൻ. നല്ല തിളച്ച വെള്ളമല്ലേ, പൊള്ളാൻ നല്ല സാധ്യത ഉണ്ട്. ചിലവർ ചോറ് വാർക്കലുണ്ട്, അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ പലപ്പോഴേ ഉള്ളൂ ചെയ്യൽ. ഫുള്ളായിട്ട് വെള്ളം ചോറിന് വരെ ഇതേപോലെ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ഫുള്ള് വെള്ളം പോന്നിട്ടോ അതിൽ നിന്ന്. നല്ല ആവിയോട് കൂടി തന്നെ ദം ചെയ്യും വേണം. മന്തിയാവുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി. ഇതിലേക്ക് ഇനി ബീഫ് വെന്തിട്ടുണ്ട്. ബീഫ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഗ്രേവിയോട് കൂടി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് യെല്ലോ കളർ മാത്രമേ ഞാൻ ചേർക്കുന്നുണ്ട്. അത് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതിൻ്റെ ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെക്കാം. ഈ ചൂട് സമയത്ത് തന്നെ ഒക്കെ ചെയ്യണം. ഇതിലേക്ക് റെഡ് കളർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഫോട്ടോക്ക് നല്ല ഭംഗിയായിക്കാരം. പക്ഷെ ഞാൻ ചേർക്കണില്ല. നമ്മളൊക്കെ വീട്ടാവശ്യത്തിനും കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പം ഞാൻ റെഡ് കളർ ചേർക്കണില്ല. ഫോട്ടോകളിൽ ഭംഗി കിട്ടണമെങ്കിൽ റെഡ് കളർ ചേർക്കണം. ഈ 3-4 കളറായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇനി ഇതിലേക്ക് ഞാൻ ചാർക്കോൾ കത്തിച്ച് വെക്കുകയാണ്. ഇനി സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കണ്ട് ആ സ്മോക്ക് വരുമ്പോൾ നന്നായി ദം ചെയ്യുക. ഈ സമയം നന്നായി അടച്ചു വെച്ച് ദം ചെയ്യുക. ഞാൻ ഈ സമയത്താണ് സ്റ്റവ് കത്തിക്കണത്. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഞാൻ സ്റ്റവ് കത്തിക്കുന്നുണ്ട്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുറക്കണത്. ഇത് തുറക്കുമ്പോഴത്തെ സ്മെല്ല് പറയാൻ പറ്റൂല, അത്രക്ക് സ്മെല്ല്. വീട് ഫുള്ള് നല്ല സ്മെല്ലാണ്. അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാനും തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ചോറ് പൊട്ടിപ്പോകുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. നന്നായി വെന്തിട്ടുമുണ്ട്. ബീഫും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൽ റെഡ് കളർ കൂടി കൂട്ടി അടിപൊളി കളറായിക്കാരം. പക്ഷെ ഞാൻ ഹെൽത്തി ആയിട്ടില്ല ഇത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് റെഡ് കളർ കൂട്ടാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കൂട്ടിയതുമില്ല. മായമില്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഒരു മായം ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ ഒരിക്കലും മറക്കാതെ അടിയിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഭാര്യയിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടുണ്ട് എന്നുള്ളത്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. നന്നായി വെന്തിട്ടുണ്ട്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോക്കുമായി കാണാം. ബൈ.